ഇന്ന് അൻവർ നടത്തിയ പിന്നെ റോഡ് ഷോ ഉണ്ടല്ലോ, ആ റോഡ് ഷോ ഒറ്റ റോഡ് ഷോ ആയിട്ട് ഇന്ന് നടക്കേണ്ടതാണ്. ആരുടെ അടുത്ത്? ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും ഈ പറഞ്ഞ യൂസുഫ് പത്താനും ഈ പറഞ്ഞ PV അൻവറും എല്ലാം പറഞ്ഞ് നിലമ്പൂരിനെ ഇളക്കി മറിച്ച് നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി വിട്ടത്. ആ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി വിട്ട ആളാരാണ്? അത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പോലെ ആ പറയുന്ന ആൾക്കാരും കൂടിയിട്ടാണ്. ആ വിഭജിച്ച് വിട്ടതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയോ? ഒരിക്കലും പേടിക്കേണ്ടാത്ത തൻ്റെ അടുത്തോടു കൂടി ഉയർത്ത് നിന്നിട്ട് ഇതാ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക്, ഇതെല്ലാം ഈ ഭരണപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രകടനങ്ങളാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നുണ്ട്. അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു ബോധവും അതിനനുസരിച്ചുള്ള പരിപാടി ഈ പറയുന്ന പ്രതിപക്ഷം നടത്തണമായിരുന്നു. അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെ ലീഗിൻ്റെ നേതാക്കന്മാരെ ഒന്നും നമ്മൾ പ്രിയങ്ക ഒരു നേതാവിനെ മാത്രമേ ഞാൻ കണ്ടത് കേട്ടോ. ആരാണ്? നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയിൽ പിന്നെ അബ്ബാസ് അലി തങ്ങളെ മാത്രമാണ്. മറ്റുള്ള നേതാക്കന്മാരെല്ലാം തമിഴ്നാട്ടിലാണ്. ഞാൻ പറയുന്നത്, ഒരു ജീവൻ മരണം പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ ഈ പറയുന്ന മുഴുവൻ നേതാക്കന്മാരും, കാരണം നാളെ ഒരു ദിവസമേ ഉള്ളൂ, ഒരു ദിവസം നാളെ മുന്നിലുള്ളൂ. ഈ ഒരു ദിവസം മുന്നിൽ ഉള്ളപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പീക്കായി, ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേതാവായിട്ട് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇളക്കി മറിക്കേണ്ട സംഭവമാണ്. അത്ര ഇളകി മറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.